ഹായ് അസ്സലാമു അലൈക്കും. എന്താണ് എല്ലാവരും വിശേഷമൊക്കെ? ഞാനിന്ന് തുടർച്ചയായിട്ടുള്ള മഴ കാരണം നമ്മുടെ വീട്ടിലുണ്ടായ വേദന നിറഞ്ഞ കുറച്ച് അനുഭവം പങ്കുവെക്കാനാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. ഒന്ന് രണ്ട് ദിവസത്തെ മഴയൊക്കെ ആണെങ്കിൽ നമുക്കതൊക്കെ ആസ്വദിക്കാം, ഒരു കുഴപ്പമില്ല, ഉഷാറായിട്ട് പോവായിരുന്നു. പക്ഷേ 5-10 ദിവസമായിട്ട് നിർത്താതെയുള്ള മഴ കുറച്ചധികം ബുദ്ധിമുട്ട് തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. 2 ബക്കറ്റിലിരിക്കുന്ന തുണികളൊന്നും ഉണങ്ങാതെ നമ്മൾ ബാത്റൂമിൻ്റെ വാതിലൊക്കെ പോയി. പിന്നെ അകത്ത് വലിയ റൂമിൽ ചോരുന്നുണ്ട്, അവിടെ അത്യാവശ്യം ചോരുന്നുണ്ട്. അടുക്കളയിലും ഒരു ഭാഗം ചോരുന്നുണ്ട്. വെയിൽ വന്നിട്ട് വേണം അവിടെയൊക്കെ ശരിയാക്കാൻ കേട്ടോ. പിന്നെ ഇതാ നമുക്ക് വിറക് വെക്കാനൊന്നും പ്രത്യേകിച്ച് സ്ഥലമൊന്നുമില്ല. ഇവിടെയൊക്കെയാണ് ഓലക്കെട്ടായാലും പിന്നെ വിറകിൻ്റെ സാധനങ്ങൾ, ഉള്ള വിറക് അതാണ്. അപ്പോൾ അതൊക്കെ അവിടെയാണ് വെക്കുക. അപ്പോൾ അതൊക്കെ നനഞ്ഞ് ആകെ കത്തിക്കാനും ഒന്നുമില്ലാത്തൊരവസ്ഥ ആയിട്ടാണ്. അകത്തേക്കൊക്കെ വെള്ളം ഇങ്ങനെ ചീതൽ തെറിക്കൂലേ, അപ്പോൾ തുടച്ചാലൊന്നും ഉണങ്ങൂല. പിന്നെ മുറ്റം നിറയെ വെള്ളമായി, ബാത്റൂമിലേക്ക് പോകാനൊന്നും പറ്റൂല. നമുക്ക് ഉള്ളിലൊന്നും ബാത്റൂമില്ലല്ലോ, ഒക്കെ പുറത്തേക്കാണ്. പിന്നെ മക്കൾ മഴയൊക്കെ കണ്ട് ആസ്വദിക്കുകയാണ്, കുടമൊക്കെ എടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടും ഒക്കെ കളിക്കുകയാണ് കേട്ടോ. അവർക്കതൊരു രസം. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ മറക്കാനാവാത്ത ഓരോ അനുഭവങ്ങളായിരിക്കും അല്ലേ. ഞാനിപ്പോൾ അങ്ങനെയാണ് വിചാരിക്കണം കേട്ടോ. ഇതെല്ലാം മറികടക്കാനൊക്കെ ഞാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. ഇൻഷാ അല്ലാഹ് ഒക്കെ ശരിയാവും. ദുരന്തങ്ങളും പരീക്ഷണങ്ങളും കഷ്ടപ്പാടുകളെല്ലാം എന്താ പറയുക, നമ്മളെ തകർക്കല്ല, ഒന്നും കൂടി ശക്തരാക്കുകയാവും. അതാണിപ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ. നിങ്ങളുടെ ഭാഗത്തും മഴ ശക്തിയായിട്ട് ഉണ്ടാവില്ലേ? അപ്പോൾ എല്ലാവരും സുരക്ഷിതരായിരിക്കുക കേട്ടോ. നമുക്ക് പ്രാർത്ഥിക്കാം, ഇൻഷാ അല്ലാഹ് എല്ലാം ശരിയാവും. അകത്തെ അവസ്ഥയാണ് കേട്ടോ അത്. അകത്തേക്കൊക്കെ ആകെ ചീന്തലടിച്ചിട്ട് മടിയിൽ കൂടെ ഒക്കെ വെള്ളം കയറുന്ന മാതിരിയൊക്കെ ഒരവസ്ഥയാണ് കേട്ടോ. കുട്ടികളൊക്കെ ഇങ്ങനെ എന്നിട്ട് നിലത്തേക്ക് ഇറങ്ങാൻ പാകില്ല. ചെറിയ കുട്ടികളല്ല, പറ്റിങ്ങ അങ്ങനെ കളിക്കേണ്ട പ്രായമല്ലേ. തുണികളൊന്നും ഉണക്കാൻ പാകില്ല കേട്ടോ. അപ്പോൾ ഒക്കെ മഴയത്തും ഇടാൻ പറ്റും. ഒരു ഇറക്കിയിലായാലുണ്ട്, അവിടെ മാത്രമേ കുറച്ചൊക്കെ ഒന്ന് ഇടാൻ പറ്റുള്ളൂ. അവിടെ ആണെങ്കിൽ വലിയ തുണികളും കാര്യങ്ങളൊക്കെ ഇടും. പിന്നെ ചെറിയ മക്കൾ എങ്ങനെയാണെങ്കിലും ഉണങ്ങി കിട്ടൂല. ഫാനിൻ്റെ ചോട്ടിൽ കൊണ്ടുവെക്കാമെന്ന് വിചാരിച്ചാലും അകത്ത് അത്രയും സ്ഥലമില്ലല്ലോ. പിന്നെ ചെറിയ മോളൊക്കെ ഉള്ള കാരണം മറ്റേ ഈ പനിയും ജലദോഷവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും. അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ എല്ലാവരും സുരക്ഷിതരായിരിക്കുക കേട്ടോ.